എപ്പോഴും വാട്സപ്പിനകത്ത് വന്നിട്ടുള്ള പുതിയ ഫീച്ചറുകളെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യാറ്. എന്നാൽ ഇത്തവണ വാട്സപ്പിനകത്തെ ഉപകാരപ്രദമായ 5 ഫീച്ചറുകളെ കുറിച്ച് സംസാരിച്ചാലോ? ഈ അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പിനകത്ത് വന്നിട്ട് വർഷങ്ങളേറെയായി കേട്ടോ. എങ്കിലും അതിൽ ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും, ചിലതൊക്കെ നമ്മൾ മറന്നുപോയതായിരിക്കാം, ചിലതൊക്കെ നമ്മൾ ഉപയോഗിച്ചു പിന്നെ വേണ്ട എന്ന് വെച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ പഴയ അപ്ഡേറ്റ് അല്ലേ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന കമന്റിന് ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും മറന്നുപോയതുമായിട്ടുള്ള 5 ഉപകാരപ്രദമായ ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ വാട്സപ്പിലെ ഉപകാരപ്രദമായ ആദ്യത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കെ ആരെങ്കിലും വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് അവരുടെ മെസ്സേജ് കാണിക്കും. നമ്മളിങ്ങനെ അത് നീക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് പോകും. അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ആയിരിക്കും, ഇതാ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മെസ്സേജ് അയക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷനിൽ സാധാരണ മെസ്സേജ് വരുന്ന പോലെ ഇവിടെ നോട്ടിഫിക്കേഷനിൽ മാത്രം വാട്സപ്പിൻ്റെ മെസ്സേജ് വരുത്തിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ആദ്യം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്തിട്ട് കാര്യമില്ല, ഇതിൻ്റെ താഴത്ത് ഗ്രൂപ്പിനും അതേ ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ഓഫ് ചെയ്യണം. എങ്കിലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ഇതുപോലെ പോപ്പപ്പായി കാണിക്കില്ല, ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷൻ വരികയേ ഉള്ളൂ. ഓക്കെ, ഇനി വാട്സപ്പിനകത്തെ ഉപകാരപ്രദമായ രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു തരാം. നമ്മുടെ വാട്സപ്പിലേക്ക് ആരെങ്കിലും ഒരു ചിത്രം അയച്ചിട്ട് നമുക്ക് അതിൽ എന്തിനെക്കുറിച്ചിട്ടെങ്കിലും സംസാരിക്കണം. ഇപ്പോൾ ഒരുപാട് ഫോണിൻ്റെ ഫോട്ടോ ആണ് അയച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ ഇതുപോലെ ചിത്രമായിട്ട് അയച്ചു തരും. അപ്പം നമുക്ക് അതിലൊന്ന് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഏതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ചിത്രം ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പെന്ന് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് അവർക്ക് ആ ചിത്രത്തിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് അയക്കേണ്ട ഓപ്ഷൻ വാട്സപ്പിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഇനി വാട്സപ്പിനകത്തെ ഉപകാരപ്രദമായ മൂന്നാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം. ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു, ഇതിപ്പോൾ ഇവിടെ 2 മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ അയാളുടെ മെസ്സേജ് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തു. പക്ഷേ മറുപടി കൊടുക്കാൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ വിശദീകരിച്ച് മറുപടി പിന്നെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പിറകിലേക്ക് പോകും. പിന്നീട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ മെസ്സേജ് വന്ന ഗ്രീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ ഇതിനെ തരണം ചെയ്യാനും വാട്സപ്പിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓൾറെഡി ഗ്രീന് പോയല്ലോ, അപ്പം നമ്മൾ ഇതുപോലെ മെസ്സേജ് നോക്കി കണ്ടതിന് ശേഷം പിറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെസ്സേജ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് വന്നതിന് ശേഷം ഇവിടെ വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാർക്ക് ആസ് അൺറീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഗ്രീൻ ആയിട്ടുള്ള ടിക്ക് മാർക്ക് വന്നിട്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നിന്ന് എക്സിറ്റ് പോയാലും വീണ്ടും തുറക്കുന്ന സമയത്ത് അവിടെ ഗ്രീൻ ഡോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും അയാൾക്ക് മറുപടി കൊടുക്കാനുണ്ട്, നേരത്തെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചതല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് മറുപടി കൊടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പിനകത്ത് ഉപകാരപ്രദമായ നാലാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ വാട്സപ്പിലേക്ക് ഒരാൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. അപ്പോൾ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും അയക്കാറില്ല പതിവ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അയക്കാൻ പറ്റും. അതിനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റിൽ എന്താണ് തെറ്റ് പറ്റിയത് അത് തിരുത്താൻ പറ്റും. ഇനി കൂടുതൽ എഴുതണമെങ്കിൽ എഴുതാൻ പറ്റും. ഞാനിപ്പോൾ 10 മണി എന്നുള്ളത് 9 മണിയാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 9 മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ റീ എഡിറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം നാളെ 9 മണിക്ക് വരണമെന്ന് ഞാനത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അയച്ച മെസ്സേജും വാട്സപ്പിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വാട്സപ്പിലെ ഏറ്റവും പഴയതും ഏറ്റവും ഉപകാരപ്രദവുമായ 5ാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞു തരാം. നമ്മളൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അംഗമാണല്ലോ.
ആർക്ക് വേണമെങ്കിലും ഏത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് തടയാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വാട്സപ്പിനകത്തുണ്ട്. ആ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ അനുമതി ഇല്ലാതെ മറ്റാർക്കും നമ്മളെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അതല്ല പ്രശ്നം, നിരന്തരം നമ്മളെ വാട്സപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും. അവർക്ക് മാത്രം നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ളവർക്കെല്ലാം ആഡ് ചെയ്യുന്ന രീതിയിലും നമ്മുടെ വാട്സപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇനി താഴേക്ക് വരിക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് എവരി വൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ആർക്ക് വേണമെങ്കിലും നമ്മളെ ഗ്രൂപ്പ് ചെയ്യുന്ന ഓപ്ഷനിലാണ് ഉള്ളത്. ഇനി മൈ കോണ്ടാക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ നമ്മളെ വാട്സപ്പിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, മൈ കോണ്ടാക്ട് ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലെ മുഴുവൻ കോണ്ടാക്റ്റ് ലിസ്റ്റും ഇതിൽ കാണിക്കുന്നതാണ്. ഇതിൽ നിന്ന് ആരൊക്കെയാണ് നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട എന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ള ആൾക്കാർ, അവരെ നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത ആൾക്ക് ഒരിക്കലും നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.